അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എന്താണ് മുഅ്മിനീങ്ങളെ വിശേഷം? റാഹത്തല്ലേ? എന്തൊക്കെയാണ് നിങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യാറില്ലേ? പക്ഷെ അതെല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. നമുക്കൊരു അമല് പറഞ്ഞാലോ? അമല് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ വീഡിയോസൊക്കെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാറുണ്ടോ? ഓരോ വീഡിയോസും കാണുമ്പോൾ അൽഹംദുലില്ലാ അത് എനിക്ക് ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയം മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും ചിലപ്പോൾ നിങ്ങളെപ്പോലെ വലിയ പ്രയാസത്തിലാവുകയെ. അവർ ചിലപ്പോൾ ഈ വീഡിയോസിനെ കുറിച്ച് അറിയാത്തവരാകാം, ഇതുപോലുള്ള അമലുകൾ കിട്ടാത്തവരാകാം. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് കരുതി ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക. ലൈക്ക് ചെയ്താൽ ഒരുപാട് ആളുകളിലേക്ക് ഈ വീഡിയോസൊക്കെ എത്തുമെന്ന് പറയപ്പെടുന്നു. അല്ലാഹു ആലം, എനിക്കതിനെക്കുറിച്ച് അറിയില്ല. എന്നാലും നിങ്ങൾക്കൊന്ന് ലൈക്ക് ചെയ്യുക ഇൻഷാ അല്ലാഹ്. ഇന്ന് ഞാൻ പറയാൻ പോണത് എന്താണെന്നറിയങ്ങൾ, ഒരു ഉമ്മ മകനുമായി പ്രശ്നത്തിൽ തെറ്റി നിൽക്കുന്നു. മകൻ ഉമ്മാനോട് മിണ്ടുന്നില്ല, ഭാര്യ ഭർത്താവിനോട് മിണ്ടുന്നില്ല, ഭർത്താവ് ഭാര്യയോട് മിണ്ടുന്നില്ല, മക്കൾ ജ്യേഷ്ഠാനുജന്മാർ പരസ്പരം തമ്മിൽ മിണ്ടുന്നില്ല, അമ്മായിമ്മ മരുമകളോട് മിണ്ടുന്നില്ല, മരുമകൾ അമ്മായിമ്മയോട് മിണ്ടുന്നില്ല. ഇങ്ങനെ പരസ്പരം പ്രശ്നങ്ങൾ. ഇവർക്കിടയിൽ ഒരു സ്നേഹം വരണം അല്ലേ? ഒരു സ്നേഹം വന്നാലാണ് ഈ പ്രശ്നം തീരുള്ളൂ. സ്നേഹിക്കുന്നവർ തമ്മിൽ വഴക്ക് കൂടാറുണ്ട്, സ്വാഭാവികം. ഇഷ്ടപ്പെടുന്ന ആളുകൾ തമ്മിൽ വഴക്ക് കൂടും. പക്ഷെ ആ പിണക്കം തീരുന്നതോടുകൂടി അവർ എത്രയാണോ സ്നേഹിച്ചത് അതിലേറെ കൂടുതൽ അവരെന്ത് ചെയ്യും, വീണ്ടും സ്നേഹിക്കും. അങ്ങനെയാണ്, ഇണക്കമുള്ളിടത്തെ പിണക്കമുള്ളൂ. അതുപോലെയുള്ള പിണക്കം അല്ല ഞാൻ പറയുന്നത്. അത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരുപാട് സ്നേഹം വർദ്ധിക്കുമ്പോഴുണ്ടാകുന്ന പിണക്കാണ്. പക്ഷേ അത് കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും. ഇതങ്ങനെയല്ല. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടത് ഓർമ്മയുണ്ടോ? അവിഹിതത്തിന് പറ്റിയ വീഡിയോ. ഭർത്താക്കന്മാരും മറ്റുള്ള ആളുകളും അവിഹിതവുമായി നടക്കുന്നവരെ നമുക്കതിൽ നിന്ന് വേർപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു അമല് ചെയ്യുമ്പോൾ അവർ വേർപ്പെട്ടാൽ മാത്രം പോരല്ലോ, നമ്മളെ സ്നേഹിക്കണ്ടേ? അപ്പോൾ അതിന് വേണ്ട ഒരു അമലാണ് ഞാൻ പറയാൻ പോണത്. ഈ അമലിന് നമുക്ക് മുഹബ്ബത്തിൻ്റെ അമൽ എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾ തിരിച്ച് നമ്മളെ സ്നേഹിക്കണം അല്ലേ? ജീവിതം ഒന്നേ ഉള്ളൂ, അടിച്ചു പൊളിച്ച് ജീവിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഒരാളെ അങ്ങോട്ട് സ്നേഹിക്കുക, പക്ഷെ അവർക്ക് തിരിച്ചിങ്ങോട്ട് സ്നേഹമൊന്നുമില്ല. ഹലാലായ കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയണത്, തെറ്റിദ്ധരിക്കേണ്ട. ഇത് കൊണ്ടുപോയിട്ട് കാമുകനോ അല്ലെങ്കിൽ കാമുകൻ കാമുകിക്കോ ചെയ്യേണ്ട, ഫലം ലഭിക്കുകയില്ല. ഹലാലായ മാർഗത്തിൽ മാത്രം അമലുകൾ ഉപയോഗിച്ചാലേ ഫലം കിട്ടുള്ളൂ ഇൻഷാ അല്ലാഹ്. അപ്പോൾ മുഹബ്ബത്തിന് വേണ്ടി ഒരു അമല് പറഞ്ഞുതരാം. ആര് നിങ്ങളെ സ്നേഹിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ഈ അമല് ചെയ്യാം. വിഷമിക്കണ്ട, ഒരു പ്രയാസമില്ല. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനു ഷരീഫിൽ നിന്നാണ് ഞാൻ ഈ അമല് പറയുന്നത്. എന്താണ് അമലെന്ന് പറയട്ടെ? വളരെ സിമ്പിളാണ്. ഒരു പേപ്പറിൽ എന്ത് ചെയ്യുക, ഞാൻ ഈ പറയുന്ന ആയത്ത് ഒരു പേപ്പറിൽ എഴുതുക. ഏതാണ് ആയത്ത് എന്നറിയോ നിങ്ങൾക്ക്? പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനു ഷരീഫിലെ സൂറത്തുൽ അൻഫാലിലെ 63-ാമത്തെ ആയത്താണ്. ഈ ആയത്ത് ഒരു പേപ്പറിൽ എഴുതുക. അതിനടിയിൽ ചെറിയ ഒരു ദുആയും എഴുതുക. എന്താണ് ദുആ എന്നറിയോ? ഒരു ഉദാഹരണം നമുക്ക് പറയാം. ഒരു സയ്യിദ് ആമിന, ഇവർ തമ്മിൽ സ്നേഹത്തിന് വേണ്ടിയുള്ള ഒരു മുറാദാണ് ഞാൻ പറയുന്നത്. ഈ അൻഫാലിലെ 63-ാമത്തെ ആയത്ത് എഴുതിയതിന് ശേഷം അതിനടിയിൽ എന്ത് ചെയ്യുക, ഇങ്ങനെ എഴുതാം: അല്ലാഹുവേ, ആദമിനെയും അവ്വാഹിനെയും നീ ഇണക്കിയതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഖദീജ ബീവിയെയും നീ ഇണക്കിയതുപോലെ സയ്യിദിനെയും ആമിനയെയും തമ്മിൽ നീ ഇണക്കണമേ അല്ലാ. നോക്കൂ നിങ്ങൾ, ആദമിനെയും അവ്വാഹിനെയും നീ ഒരുമിപ്പിച്ച് ഇണക്കിയതുപോലെ റസൂലുള്ളാഹിനെയും ഖദീജ ബീവിയെയും ഇണക്കിയതുപോലെ സയ്യിദിനെയും ആമിനയെയും നീ ഇണക്കണമേ അല്ലാ. എന്ത് സുന്ദരമായ വാക്കുകളല്ലേ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്കിവിടെ ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവർ തമ്മിൽ, ഒരു ഉദാഹരണം, നിങ്ങളുടെ പേര് ഹാജറ എന്നാണ്, നിങ്ങളുടെ ഭർത്താവിൻ്റെ പേര് ഒരു ഉസ്മാൻ എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേര് ഉദ്ദേശിക്കുക. അപ്പോൾ ആ രണ്ടാളുകൾ ഇണക്കമുണ്ടാവാൻ വേണ്ടി ഈ അമല് ചെയ്യുമ്പോൾ പേരിൽ വ്യത്യാസം ഉണ്ടാവും. മനസ്സിലായോ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഒരു നറുക്കെഴുതുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരട്ടെ. വളരെ സിമ്പിളാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ ഈ പിക്ചറിൽ കാണിച്ചു തരുന്ന അതുപോലെ അങ്ങോട്ട് എഴുതിയാൽ മതി.
മനസ്സിലായോ? പേര് മാത്രം മാറ്റി കൊടുക്കുക. സെയ്ദ് എന്നുള്ളിടത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ പേര് എഴുതുക. പെണ്ണാരാണോ ആമിന എന്നുള്ളിടത്ത് ആ പെണ്ണിൻ്റെ പേര് എഴുതുക. ഇത്രയേ വ്യത്യാസമുള്ളൂ. ഇൻഷാ അല്ലാഹ് ഈ അമൽ എന്ത് ചെയ്യുക, പേപ്പറിൽ എഴുതിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതൊരു കുപ്പിയിലിട്ടിട്ട് ആ കുപ്പിയിൽ വെള്ളം നിറക്കുക. നല്ല ശുദ്ധിയുള്ള വെള്ളം നിറച്ചിട്ട് ആ വെള്ളം എന്ത് ചെയ്യുക, നിങ്ങൾ ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവർക്ക് കുടിക്കാൻ കൊടുക്കുക. ഇനി അവരറിയാതെ കൊടുത്താൽ മതി. അവർക്ക് കുടിക്കാൻ അങ്ങനെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ചായ ഉണ്ടാക്കി കൊടുക്കുമ്പോഴോ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴോ ആ വെള്ളം ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ എന്താവും, അവരറിയൂല, അറിയാതെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. നല്ല റാഹത്തോടു കൂടി ചെയ്യാൻ പറ്റിയ അമലാണ്. ഇനി ഇത് നറുക്കെഴുതി ഈ നറുക്ക് കുപ്പിയിലിട്ട് വെള്ളത്തിലിട്ടതിന് ശേഷം ഇതിലേക്ക് നിങ്ങൾ ഓതേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയാം നിങ്ങൾ? വളരെ സിമ്പിളായിട്ട് 7 ഫാത്തിഹ ഓതാം. 7 ഫാത്തിഹ ഓതിട്ട് പറയാം, അല്ലാഹ് ഫാത്തിഹ സൂറത്തിൻ്റെ ബർക്കത്തുകൊണ്ട് ഈ പറയപ്പെട്ട ആളുകളെ തമ്മിൽ നല്ല സ്നേഹത്തിലാക്കണേ അല്ലാഹ്. ഇതാർക്കു വേണ്ടിയും നമുക്ക് ചെയ്യാം. മനസ്സിലായോ? മരുമകളും മകനും തമ്മിൽ സ്നേഹത്തിലാവാൻ അമ്മായിമ്മക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇതൊരാൾക്ക് വേണ്ടി മറ്റൊരാൾക്ക് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ യാ വദൂദ് യാ അള്ളാ എന്നുള്ള ഇസ്മുണ്ടല്ലോ, യാ വദൂദ് എന്നുള്ളത് 101 തവണ എന്ത് ചെയ്യുക, അതിലേക്ക് മന്ത്രിച്ചിട്ട് ഊത. അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമമാണ്, അസ്മാഉൽ ഹുസ്നയിലുള്ളതാണത്. അതുപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ് 11 തവണ എന്ത് ചെയ്യുക, അതിലേക്ക് മന്ത്രിച്ച് ഊത. ഇൻഷാ അള്ളാഹ് ഇത്രയും ഊതിയതിന് ശേഷം ആ വെള്ളം ഈ വ്യക്തിക്ക് കുടിക്കാനും അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിൽ മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ ഇൻഷാ അള്ളാഹ് പതിയെ 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 അവരെ മനസ്സ് ഒന്നിങ്ങനെ ചാഞ്ചാട്ടം വരും. കാരണം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എല്ലാത്തിനും പരിഹാരമാണല്ലോ. നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വിജയിക്കും ഇൻഷാ അള്ളാഹ്. വിജയിക്കുമെന്ന് ഉറപ്പിച്ചിട്ട് ചെയ്തോളൂ. ഇൻഷാ അള്ളാഹ് വിജയിക്കട്ടെ. ചെയ്യുന്നവർക്കൊക്കെ അള്ളാഹു ഫലം തരട്ടെ. പിന്നെ നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ ഈ അമൽ ചെയ്യുന്ന സമയത്ത് ദ്വാരക്കൂലേ, ഇരുന്നിങ്ങനെ ദ്വാരക്കുമല്ലോ, ദ്വാരക്കണ സമയത്ത് ഈ പാവപ്പെട്ട വിനീതനും കുടുംബത്തിനും വേണ്ടി പ്രത്യേകം ദ്വാരക്കണേ. ഇൻഷാ അള്ളാഹ് ഒരുപാട് ആളുകൾ സന്തോഷം പറയുമ്പോൾ വലിയ റാഹത്താണ്. നിങ്ങളെ ദുആ മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. നിങ്ങൾ എനിക്ക് വേണ്ടി നന്നായിട്ട് ദുആ ചെയ്താൽ മതി കേട്ടോ. അപ്പം നിങ്ങളെപ്പോലത്തെ ആളുകളെ ദുആ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അള്ളാഹ് ദ്വാരക്കൂലേ നിങ്ങളപ്പോൾ? ഇൻഷാ അള്ളാഹ് അമൽ ചെയ്യുന്ന ആളുകൾ നല്ല ദിവസം തിരഞ്ഞെടുക്കുക, കിബിലക്ക് മുന്നിടുക, ഒളു എടുക്കുക, അത്തറ് പൂശുക, നിസ്കരിക്കുക, അല്ലാഹു രാജ്യത്ത് നമ്മളെല്ലാ അമൽ പറയുമ്പോഴും പറയാറുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ അതിൻ്റെ കൂടെ ചെയ്തോളിട്ടാ, ആരും മറക്കണ്ട. ഇൻഷാ അള്ളാഹ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകട്ടെ. ആരാണോ നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണോ, ആര് സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങളിത് ചെയ്യുന്നത്, ആ ആൾ ഇൻഷാ അള്ളാഹ് നിങ്ങളടുത്തെത്തും. ഇൻഷാ അള്ളാഹ് അവർ നിങ്ങളെ സ്നേഹിക്കട്ടെ. ഒരു ദിവസം 2 ദിവസം ചെയ്തിട്ട് ഫലമല്ല ഉസ്താദേ എന്ന് കമൻറ്റ് ഇടരുതേ. ഒരു ദിവസം 2 ദിവസം ഒരാഴ്ച ഒന്നും ചെയ്തിട്ട് ഇതൊന്നും ഫലമല്ലല്ലോ എന്ന് പറയരുതേ. കുറച്ച് ദിവസം നിങ്ങൾ ക്ഷമയോടുകൂടി ചെയ്യും. ഒരു മനുഷ്യൻ്റെ ഹൃദയം നമുക്കൊന്ന് പിടിച്ച് കുലുക്കണ്ട, അതിന് സമയം വേണ്ടേ. ഇൻഷാ അള്ളാഹ് ഒരു കുറച്ച് ദിവസം തുടർച്ചയായിട്ട് ചെയ്യും. എന്നിട്ട് ഇൻഷാ അള്ളാഹ് ഒരു സമയം വെയിറ്റ് ചെയ്ത് നോക്കും ഫലം ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ചില ആളുകൾക്കുണ്ടല്ലോ ഇപ്പം വെച്ച വായപ്പം തന്നെ കൊലക്കണം എന്നാ പറയാം. അങ്ങനത്തെ കുറേ ആളുകളുണ്ട്. ഒരു ദിവസം 2 ദിവസം അമൽ ചെയ്തിട്ട് ഇതൊന്നും ഫലമല്ല, വേറെ അമൽ ചെയ്ത് നോക്കാം. ആ അമൽ ചെയ്യും, അതൊന്നും ഫലമല്ല, മറ്റ് വേറെ അമൽ ചെയ്ത് നോക്കാം. ഇങ്ങനെ എല്ലാ അമലും ചെയ്യും, എന്നാൽ അതൊന്നും പൂർണ്ണമാക്കൂല. അങ്ങനെ ചെയ്യരുത്. ഒരമൽ നല്ല വൃത്തിയിൽ അതിൻ്റെ ഷർത്ത് ഫർളൊക്കെ ഒപ്പിച്ചൊന്ന് ചെയ്ത് നോക്കാണേ. ഇൻഷാ അള്ളാഹ് അപ്പം ചെയ്യല്ലേ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അള്ളാഹ് ഈ അമൽ ചെയ്യാൻ ഏറ്റവും നല്ലത് വ്യാഴാഴ്ച രാത്രി, മനസ്സിലായോ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഓക്കെ ഇൻഷാ അള്ളാഹ്. അപ്പോൾ നിങ്ങൾ ദ്വാരക്കിട്ടോ. അസ്സലാമു അലൈക്കും. പിന്നെ നമ്മുടെ ചാനൽ അറിയാലോ, നമ്മുടെ ചാനലിലൂടെ ഇർബദ് മീഡിയയിൽ ഒരുപാട് ആളുകളെ സഹായിക്കാറ് നിങ്ങൾക്ക് അറിയുന്നതാണ്. കഴിയുന്നവരൊക്കെ ഒരു 313 രൂപ അയച്ചിട്ട് അതിലൊരു പങ്കാളികളാകുക. നിങ്ങൾ അയക്കുന്ന സ്വതക്കയുടെ വർക്കത്തോണ്ട് അള്ളാഹു നിങ്ങളെ ഇന്ത്യയൊക്കെ കാര്യം സാധിപ്പിച്ചു തരട്ടെ ഇൻഷാ അള്ളാഹ്. അപ്പോൾ ഷെയർ ചെയ്തോളി, ലൈക്ക് അടിച്ചോളി, വീഡിയോ മറ്റുള്ളവർക്ക് എത്തിച്ചോളി. നല്ല വീഡിയോസുമായി ഇൻഷാ അള്ളാഹ് നമുക്ക് നാളെ കാണാം. ഇനി പറയാൻ പോകുന്നത് മറ്റൊരാളിൽ നിന്നും എങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടിയെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് അമലുകൾ പറയാനുണ്ട്. ഒരുപാട് കൊടുത്ത പണം തിരിച്ചു കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുത്ത സ്വർണം, കടം കൊടുത്ത പണം, ഇതൊക്കെ തിരിച്ചു കിട്ടാൻ എന്തൊക്കെ ചെയ്യാൻ, ഇങ്ങനെ കുറേ അമലുകളുണ്ട്. ഇൻഷാ അള്ളാഹ് സമയക്കുറവുകൊണ്ടാണ് ഡെയിലി അമലിടാത്തത്. ഇൻഷാ അള്ളാഹ് അമൽ ഇൻഷാ അള്ളാഹ് ഡെയിലി ഇടാം. സമയം അള്ളാഹു തരട്ടെ. ഇൻഷാ അള്ളാഹ് നിങ്ങൾ ദ്വാരക്കിട്ടോ. പിന്നെ വെള്ളിയാഴ്ച നമ്മുടെ മജ്ലിസ് ആരും മറക്കണ്ട. വെള്ളിയാഴ്ച 7 മണിക്ക് നിങ്ങൾ എന്ത് ഉദ്ദേശങ്ങളാണോ മനസ്സിൽ കരുതിയിട്ട് ആ മജ്ലിസിൽ പങ്കെടുത്തോളി. അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ ഇർബദ് മീഡിയ എല്ലാവരിലേക്ക് എത്തിച്ചോളിട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.